എറണാകുളം വടച്ചിനാട് എക്സ്പ്രസ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. यात्रियों कृपया ध्यान दीजिए। गाड़ी नंबर 6303 एर्नाकुलम ट्रिवेंड्रम वडचिनाड एक्सप्रेस थोड़ी ही देर में प्लेटफॉर्म नंबर 8 पर आएगी। തെക്കോട്ടേക്കുള്ള വണ്ടി പോയിട്ട് അധികം നേരമായോ? തെക്കോട്ടേക്കുള്ള വണ്ടി പോയിട്ട് എത്ര നേരമായിന്ന്? തെക്കോട്ടാണോ പോണ്ടത്? അല്ല, ആ വണ്ടിയിൽ ഒരാള് വരാണ്ടായിരുന്നു. അതിപ്പം പോയിട്ട് ഒരു 1.5 മണിക്കൂറായി കാണും. ഈശ്വര, 1.25 മണിക്കൂറോ? അല്ല, ഒരു കുട്ടി ഇവിടെ ആരെങ്കിലും കാത്തു വെക്കണ കണ്ടിരുന്നോ? എന്താ പറഞ്ഞേ? ഒരു പെൺകുട്ടി ഇവിടെ ആരെങ്കിലും കാത്തു നിൽക്കണ കണ്ടിരുന്നോന്ന്? പെൺകുട്ടി? ഒരു പെണ്ണെ ഇവിടെ ഒത്തിരി നേരമായിട്ട് കറങ്ങി നടക്കുന്നത് കണ്ടിരുന്നു. ഒരുത്തം വന്ന് കണ്ണ് കാണിച്ചപ്പം അവൻ കൂടെ പോകുന്നതും കണ്ടു. അല്ല, ഇയാൾ അവളെ തിരിക്കാണോ വന്നത്? അതെ. ആ കുട്ടി എങ്ങടാ പോയേ കണ്ടോ? കുട്ടിയോ? നല്ല കോള്. ആള് കൊള്ളാലോ. എന്താ ആ കുട്ടി കിട്ടില്ല, അവള് പോയി ഒരുത്തൻ്റെ കൂടെ. ഒരു കാര്യം ചെയ്യും, ആ വെളുത്ത് തടിച്ച ഒരു പെണ്ണല്ലേ? അല്ല അല്ല, അവൾ എന്റെ മോളല്ല. എന്റെ മോള് മെലിഞ്ഞ് ഇരുനിറത്തിലാ. എന്റെ മോളായിരുന്നു. എന്താ അങ്ങ് വിട്ടേക്ക്? ഈശ്വര, ഞാനിനി എവിടെ പോയിട്ട് അന്വേഷിക്കണ്ടേ കുട്ടിയെ? മോളെ ഒറ്റയ്ക്കാണോ? അല്ല, കൂടെ കുറെ കൂട്ടുകാരികളുണ്ട്. എവിടാ പോയിരിക്കുന്നത്? മംഗലാപുരത്ത് പഠിക്കാൻ പോയതാ. അപ്പോ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ അങ്ങ് സ്ഥലമില്ലയോ? എന്റെ മോളെ പറഞ്ഞിട്ട് മംഗലാപുരത്ത് എന്തിനാ പഠിക്കാൻ പറ്റിരിക്കുന്നത്? ഇവിടെ ആവുമ്പോ സീറ്റൊക്കെ കിട്ടാൻ വലിയ പാടാ, കുറെ മാർക്കും വേണം. അവിടെ ആവുമ്പോ ഈ പൈസ ചെലവായാലും പഠിച്ചിട്ടൊരു നിലയിലെത്തിക്കോളും. പൈസ കുറെ കയ്യിലുള്ളവർക്ക് മക്കളെ പറഞ്ഞയച്ച് എവിടെ എന്തോ ആക്കാൻ പറ്റുന്ന കാലമാണ്. കയ്യില് കാശൊന്നും ഉണ്ടായിട്ടല്ലാട്ടോ, ലോൺ എടുത്തിട്ടാ ഞാൻ കുട്ടിയെ പഠിപ്പിക്കണതേ. കാലം പോയൊരു പോക്കേ. പണ്ടൊക്കെ വീട് വെക്കാനാ നന്നാക്കാനാ എന്നൊക്കെ പറഞ്ഞാ ലോൺ എടുക്കല്. ഇപ്പം കണ്ടില്ലേ, പഠിപ്പിക്കാൻ വരെ ലോൺ എടുക്കേണ്ട ഗതികേടില്ല ഓരോ അച്ഛന്മാര്. അല്ല മോളെ, ഈ വണ്ടി വരുമെന്ന് വല്ല ഉറപ്പുണ്ടോ? ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോ അവൾ എന്നെ വിളിച്ചിരുന്നു. ഈ വണ്ടിക്ക് കേറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോ വിളിച്ചിരുന്നു? വണ്ടി കേറിയിട്ട് വിളിച്ചിട്ടില്ല. അപ്പോൾ അവൾ വണ്ടി കേറിയിട്ടില്ല എന്ന് ഉറപ്പ്. വണ്ടി മിസ്സായാണെങ്കിലും? വണ്ടി മിസ്സായതാണെങ്കിലും അവൾ എന്നെ വിളിക്കായിരുന്നല്ലോ. എന്തൊരു ശുഷ്കാന്തിയുള്ള ഒരു അച്ഛൻ. വണ്ടി പോയിട്ട് 1.25 മണിക്കൂർ കഴിഞ്ഞ് വന്നിരിക്കുന്നു മകളെ തിരക്കി. ഞാൻ നേരത്തെ ഇറങ്ങിയതാന്നേ. വരുന്ന വഴിക്ക് പാലത്തിലൊരു അപകടം, അതുകൊണ്ട് ബസ് കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴേക്കും ഇത്ര നേരായി. മോളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടാവുമല്ലോ, ഒന്ന് ഫോൺ ചെയ്തുകൂടായിരുന്നു? ചാർജ് തീർന്നു പോയി. കാലം വളരെ മോശമാണേ. നമ്മുടെ മക്കളെയൊക്കെ പഠിക്കാനും ഒക്കെ പറഞ്ഞ് വിട്ടിട്ട് അവരെവിടെയാ എത്തിച്ചേരുന്ന ഒരു പിടിയില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തില്. ഇപ്പോഴത്തെ പെൺപിള്ളേരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഷാളെടുത്തൊരു കെട്ട മുഖം മറയ്ക്കാൻ. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയുന്നത്. ഞാനിതെല്ലാം ഉണ്ടാക്കി പറയുക. ഇത് ദിവസം നമ്മളെ കേട്ടിയും കാണിയൊക്കെ ചെയ്യുന്നതല്ലേ. പോരാത്തവനെ മംഗലപുരമാ നാട്. എപ്പോഴാ ഒരു ലഹള പൊട്ടിപ്പുറപ്പെടുമെന്ന് പറയാൻ പറ്റൂലേ. ഞാൻ പരിചയപ്പെട്ടപ്പോ വലിയ കുഴപ്പമായല്ലോ.
പക്കുറ്റം കൂടെ എനിക്കാ. ചങ്ങാതി, നിങ്ങളുടെ മോള് ഇവിടെ കൃത്യമായി വണ്ടി ഇറങ്ങിയിട്ടുണ്ടാവും. ഉണ്ടാവില്ലേ? കൂട്ടുകാരികളെ കൂട്ടാൻ അവരുടെ അച്ഛനും ആങ്ങളമാരും ഒക്കെ എത്തിയിട്ടുണ്ടാവും. ഞാൻ മാത്രം വഴിയിലെ അപകടത്തിൽപ്പെട്ട് നിങ്ങളെ തിരക്കി അവൾ ഇവിടെ നിന്നിട്ടുണ്ടാവും. അത് നിൽക്കും, കാത്തു നിൽക്കും. അതപ്പാ. കൂട്ടുകാരുടെ ആങ്ങളമാരെ അവളെ ബസ് സ്റ്റാൻഡിലേക്ക് വിളിച്ചിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ വരുമ്പോ അവൾ ഇവിടെ കാണത്തില്ലെന്ന് പേടിച്ച് അവള് പോയിട്ടുണ്ടാവില്ല. ഇല്ല, അവള് പോയില്ല. അവൾ എന്റെ മകളാ, എന്നോട് നല്ല സ്നേഹമൊക്കെ. പിന്നെ ഫോണെടുത്ത് അവള് നിങ്ങളെ വിളിച്ചിട്ടുണ്ടാവും. ചാർജ് ഇല്ലാത്ത മൊബൈലിലേക്ക് വിളിച്ചിട്ട് എന്താ മനുഷ്യ ഒരു കാര്യം. അയ്യോ, എന്റെ ഒരു മറവി, ഞാനത് ഓർത്തില്ല. മോളെ, എന്നോട് ക്ഷമിക്കടി. പിന്നെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അല്ലേ ഇവിടെ നിൽക്കുന്ന കാര്യവും പറഞ്ഞിട്ടുണ്ടാവും. അതെ. പിന്നെ കൂടി വരികയല്ലേ? അതെ. മംഗലാപുരത്ത് നിന്ന് ഇവിടം വരെ വരാൻ യാതൊരു പേടിയില്ലായിരുന്ന കുട്ടിയാണ്. അതെ. ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോ ഭയം ഇങ്ങനെ കൂടി വന്നിട്ടുണ്ടാവും. അതെ. എന്നിട്ട് മുഴുവൻ അവള് ധൈര്യം സംഭരിച്ച് ആ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നിട്ടുണ്ടാവും. അതെ, അവള് ബസ് സ്റ്റാൻഡിലേക്ക് നടന്നിട്ടുണ്ടാവും. അവൾ ഒറ്റയ്ക്ക് ബസ് കയറി പോയിട്ടുണ്ടാവും, വീട്ടിലെത്തിയിട്ടുണ്ടാവും. വളരെ സമാധാനം. ഇപ്പോഴൊരു സമാധാനമായത്. നന്ദി സുഹൃത്തെ, വളരെയധികം നന്ദി. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദി. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കാണാം. അപ്പോ ഞാൻ പോട്ടെ. ശരി സുഹൃത്തെ, ഗുഡ് നൈറ്റ്. ഒന്ന് നിൽക്കാം. ഇതുവഴി പോയാൽ മതി. ബസ് സ്റ്റാൻഡിലേക്ക് എളുപ്പമാണ്. പിന്നെ പിടിച്ചതാ. ഒരു പക്ഷേ നിങ്ങളുടെ മകൾ അതുവഴി ആയിരിക്കുമോ പോയിട്ടുള്ളത്? പിറകെ കുതിക്കുന്ന പട്ടികൾ പതിവായി കുരച്ചുമേയാടുന്ന സന്ധ്യകൾ, കഴുകൻ മുഖങ്ങൾ വെളിച്ചത്തിലും പിന്നെ ഇരവൻ മുഖങ്ങൾ ഇരുട്ടിലും മാധ്യമ തിരമത്സരങ്ങളിൽ വളരുന്ന സന്ധ്യകൾ, കരിമ്പേളുകൾ മുത്തി മുത്തി കുടിക്കുവാൻ വെറുതെ ജനിച്ചതോ പെൺമൊട്ടുകൾ, കലിവുള്ള കർക്കിടക്കരിമഴയ്ക്കൊപ്പമാൻ കരയാൻ ജനിച്ചതോ പെൺമൊട്ടുകൾ. ഇല്ല, 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 എന്റെ മകൾക്ക് ഒന്നും സംഭവിക്കില്ല. എന്റെ മകൾക്ക് ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ വെറുതെ എന്നെ പേടിപ്പെടുത്തുകയാ. ഇതപ്പം നന്നായി. ഞാനേ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞതല്ലേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യും, മോളെ നമ്പർ 94 333 ഒന്നുകൂടി പറയാം. 94 333 88 67 5 67 32. തന്റെ മോളെ ഇന്ത്യയിലൊന്നും അല്ലയോ? എന്തേ ഇത് 12 അക്കൗണ്ട്. അത്ര ഉണ്ടാവില്ല അല്ലേ? ഇന്ത്യയിലെ എവിടെ വരിക? ഞാൻ ഒന്നുകൂടി പറയാം. പറ. 94 94 333 333 67 67 5 67. 67. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. ദയവായി അല്പനേരം കഴിഞ്ഞ് വിളിക്കുക. പ്രതികരിക്കുന്നില്ലെന്ന് പോലും. ഞാനൊന്ന് വീട്ടിലേക്ക് വിളിക്കട്ടെ. നിങ്ങൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ നക്കിന് കോളിലാണ്. ദയവായി ലൈനിൽ തുടരുക, അല്ലെങ്കിൽ അല്പനേരം കഴിഞ്ഞ് വിളിക്കുക. നിങ്ങൾ
എല്ലാവരും തിരക്കിലാണെങ്കിലും ആരൊക്കെ പ്രതികരിക്കുന്നില്ലെങ്കിലും എനിക്കെന്റെ മകളെ കണ്ടു ശരിയും. ഓ ഹലോ, ആദ്യം വീട്ടിൽ ചെന്ന് നോക്ക്. ചിലപ്പോ അവൾ അവിടെ എത്തിയിട്ടുണ്ടല്ലോ. അച്ഛൻ ചെന്ന് വീട്ടിൽ നോക്കുമ്പോൾ മകൾ ഒരു പരിക്കം കൂടാതെ സുരക്ഷിതയായി വീട്ടിൽ എത്തിയിട്ടുണ്ടാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കാലം അത്രയും മോശമാ. കാലമോ അതോ നമ്മളോ? ചേട്ടാ, ഇത് ഞാനാ. ചേട്ടന്റെ മോളെ ട്യൂഷന് പോയിട്ട് ഇതുവരെ വീട്ടിലെത്തിയില്ലെന്ന് ചേച്ചിനെ വിളിച്ച് പറയാൻ പറഞ്ഞു. എപ്പോഴാ അവള് പറഞ്ഞത്? ചേട്ടാ, മോള് ട്യൂഷന് പോയിട്ട് ഒരുപാട് രാത്രി ആയിരുന്നു, ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അവള് വന്ന് പറഞ്ഞോ നിന്റെ അടുത്ത്? ചേട്ടാ, മോള് തിരിച്ചെത്തിയിട്ടില്ലെന്ന്. മോള് ട്യൂഷൻ കഴിഞ്ഞ് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ലെന്നോ? അയ്യോ,